ഗുഡ് മോർണിംഗ് സാർ. വരൂ, ഇരിക്കൂ. എന്താ പേര്? ജിതിൽ. ഇതിന് പിന്നെ താങ്കൾ ഇന്റർവ്യൂവിനൊക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല സാർ, ആദ്യമായിട്ടാണ്. ഇത് വിദേശത്തേക്കുള്ള ഒരു ഇലക്ട്രോ മെക്കാനിക് കമ്പനിയാണ്. അവിടത്തേക്കാണ് ആളെ എടുക്കുന്നത്. അപ്പൊ പണിയൊക്കെ അറിയാമല്ലോ അല്ലേ? അറിയാം സാർ. കറിക്കുലം വിറ്റ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഞാൻ ഒരു പാവപ്പെട്ട കുടുംബത്തിലാണ് എന്ന് എഴുതി കറിക്കുലം വിറ്റ് കഞ്ഞി കുടിക്കേണ്ട അവസ്ഥ എനിക്ക് ഉണ്ടായിട്ടില്ല സാർ. കറിക്കലം അല്ല, കറിക്കുലം വിറ്റ്. തന്റെ ബയോഡാറ്റ കൊണ്ടുവന്നിട്ടുണ്ടെന്നാ ചോദിച്ചത്. അത് കൊണ്ടുവന്നിട്ടുണ്ട് സാർ. ഇതിൽ 10ലെ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ. നഴ്സറി പഠിക്കുന്ന കാലം മുതൽ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു സാർ. അതിന് 10ാം ക്ലാസ്സിൽ തോക്കുമെന്ന് പേടിച്ചിട്ട് ഞാൻ 8ാം ക്ലാസ്സിലെ പഠിത്തം നിർത്തി സാർ. എന്നിട്ട് ഇതിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റും ഇല്ലല്ലോ. എക്സസൈസ് സർട്ടിഫിക്കറ്റ് വേണോ സാർ? ഞാൻ ചെയ്ത് കാണിച്ചു തന്നാ പോരെ? 100 പുഷപ്പ് വരെ ഞാൻ. എടോ, താൻ ഈ പണിക്ക് വെല്ലാണോ എന്ന് അറിയണ്ടേ? ആട്ടെ, മാസ്റ്റർ വയറിംഗ് അറിയാവോ? എന്റെ ജിം മാസ്റ്ററിന് ജിം ട്രെയിനിങ് അല്ലാതെ വേറെ ഒരു പണി അറിയില്ല സാർ. ഇടക്കാലത്താണ്ട് ജിം പൂട്ടിയിട്ടിരുന്നപ്പോ മൈക്കാട് പണിക്ക് പോയിട്ടുണ്ട്. എടോ, മാസ്റ്ററിന് ഏത് വയറാ കൊടുക്കുന്നത്? മാസ്റ്ററിന് ഞാൻ മാസം വയറല്ല സാർ കൊടുക്കുന്നത്, ഞാൻ പൈസയാണ് കൊടുക്കുന്നത്. എടോ, തന്റെ മാസ്റ്ററിന്റെ കാര്യമല്ല ചോദിക്കുന്നത്, മാസ്റ്റർ വയറിംഗ് കറണ്ടിന്റെ. അതിന് ഏത് വയറാ കൊടുക്കുന്നതെന്ന് മാസ്റ്റർ വയറിങ്ങിന്? അത് ശരി. അപ്പൊ അതിലും മാസ്റ്ററും ശിഷ്യന്മാരൊക്കെ ഉണ്ടല്ലേ? സമയം മെനക്കെടുത്ത ഓരോന്ന് കയറി വന്നോളും. എടോ, ഡ്രോയിങ് നോക്കി വർക്ക് ചെയ്യാൻ അറിയാവോ? പിന്നെ അറിയാം സാർ. എങ്കിൽ പിന്നെ 2 ബൾബ് കത്തിക്കുന്ന ഡ്രോയിങ് വരച്ച് കാണിക്കും. അത്രേ ഉള്ളോ? ഇപ്പം വരച്ചു തരാം സാർ. ഇത് എന്തോന്നോ താൻ വരച്ചു വെച്ചേക്കുന്നത്? ഇതാണോ ഡ്രോയിങ്? ആ കാണുന്നത് ഞാനാണ് സാർ. ഞാൻ സ്വിച്ച് ഇട്ട് ബൾബ് കത്തിക്കുന്നു. ഡ്രോയിങ് എങ്ങനെയുണ്ട് സാർ? താൻ എവിടുന്ന് കയറി വരുന്നടോ? ഞാൻ താഴെ സ്റ്റെപ്പ് കയറി വന്നേണ് സാർ. ഡ്രോയിങ് കൂടുതൽ നന്നായി പോയോ സാർ? ഇറങ്ങി പോറാൻ മര ഇവിടെ. ഇനി മേലിൽ ഒരു ഇലക്ട്രിക്കൽ ഇന്റർവ്യൂവിന്റെ പരിസരത്തും തന്നെ കണ്ടുപോകരുത്. ബിൽഡിംഗ് കത്തിക്കാൻ നടക്കുന്ന സാമദ്രോഹി.